പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. സ്വർഗം നഷ്ടപ്പെട്ട ദൈവമക്കളായ നമുക്ക് സ്വർഗം നേടി തരികയാണ് ദൈവത്തിൻ്റെ പദ്ധതി. യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെയാണ് ഈ രക്ഷ ലോകത്തിന് കൈവന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 തിരുവചനങ്ങളിലൂടെ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ മുഴുവൻ യേശു ഏറ്റുവാങ്ങിക്കൊണ്ട് കഠിനമായ പീഡാസഹനത്തിലൂടെ യേശു നമുക്ക് രക്ഷ പ്രദാനം ചെയ്തു. യേശു നേടിത്തന്ന രക്ഷ നാം സ്വീകരിക്കാൻ യോഗ്യതയുള്ളവരാണോ എന്ന് നാം ചിന്തിക്കണം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് സാത്താനാണ്. സാത്താൻ്റെ പദ്ധതി നാം രക്ഷപ്പെടാതിരിക്കണം എന്നതാണ്. അതിനായി ഭിന്നതയും കലഹവും അസൂയയും നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കുകയാണ് സാത്താൻ ചെയ്യുന്നത്. നമ്മുടെ വിശുദ്ധിയെ സാത്താന് ഇല്ലാതാക്കാൻ അധികം സമയം വേണ്ട. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. വെളിപാട് 12:12 തിരുവചനം പറയുന്നു, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം പൂണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിനാൽ സാത്താൻ്റെ കെണിയിൽപ്പെടാതെ നാം ജാഗരൂകരായി നിരന്തരം ജീവിക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.